ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഇന്ന് ഡോക്ടർ റോബി രാധാകൃഷ്ണനും ആരതിപ്പൊടിയും കൂടി ഒരു സിനിമ കാണാൻ പോയ സമയത്ത് നമ്മുടെ സായി കൃഷ്ണയെ കാണുകയൊക്കെ ഉണ്ടായി. കാരണം അരിയണ്ണനെ കാണുകയുണ്ടായി. പിന്നെ അവിടെ വെച്ച് അപ്പോൾ ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതായത് ഡോക്ടർ റോബി രാധാകൃഷ്ണൻ അവിടെ വെച്ച് നമ്മുടെ സായി കാണുകയും അപ്പോൾ സായി കണ്ട കൈ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ ട്രോളിയ അത് ഡോക്ടർ റോബി രാധാകൃഷ്ണൻ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. സായി കയറിയിട്ട് അവിടെ ചെന്നിട്ട് കാറിലിരിക്കും പോലെയല്ല. അതൊക്കെ ഞാൻ ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ എന്നെ എന്തുമാത്രം ഇദ്ദേഹം ട്രോളിയിട്ടുണ്ട്, എന്തുമാത്രം വീഡിയോകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എനിക്കെതിരായി. അപ്പൊ ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ അങ്ങനെ പോയി എന്ന് പറഞ്ഞ് അവർ തമ്മിൽ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞങ്ങ് മാറുന്നുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് അതിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവവികാസങ്ങളും പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇന്നലെ നടന്ന പ്രസ് മീറ്റിംഗ്, അതായത് സിബിന്റെ പ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ ബിഗ് ബോസിനെ കുറിച്ച് സിബിനും മറ്റേ മാരാരും കൂടെ അതിനെ കുറിച്ച് അവര് ഡോക്ടറോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ചാനലുകാര്. അപ്പോ അതിന് അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടില്ല, കണ്ടിട്ട് എനിക്ക് പറയാക്കുള്ളൂ, ഇനി ഞാൻ കാണാത്തോണ്ട് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങൾ, അതായത് ഡോക്ടർക്ക് അതിന്റെ ഉള്ളിൽ സംഭവിച്ച ഒരാൾ ചോദിച്ചു, നിങ്ങളാണോ ഡോക്ടറല്ലേ ആദ്യം പറഞ്ഞത്? എന്നിട്ട് അപ്പോൾ ഡോക്ടർ പറയുന്നത്, അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഡീഗ്രേഡ് ചെയ്തു. ശരിയാണ്, അദ്ദേഹത്തെ എല്ലാവരും കൂടി ഡീഗ്രേഡ് ചെയ്ത് വലിച്ചു കീറുകയാണ് ചെയ്തത്. വലിച്ചു കീറി എന്ന് പറഞ്ഞാൽ മറ്റേ പഴന്തുണി വലിച്ചു കീറുകണക്ക് വലിച്ചങ്ങ് അങ്ങോട്ട് വലിച്ചെല്ലാവരും കൂടെ ഇട്ട് കീറുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ആരോടെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു തരുമോ എന്നാണ് ചോദിച്ചത് അദ്ദേഹം. നിങ്ങൾ സമ്മതിച്ചു തരത്തില്ലല്ലോ, അതാണ് കാരണം. നിങ്ങൾ സമ്മതിക്കില്ല ഒരിക്കലും. നിങ്ങൾ അത് എന്റെ കൂടെ അന്ന്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും അന്ന് കുറച്ചു പേര് എന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ, ഈ ചാനലുകാർ നിന്നിരുന്നെങ്കിൽ അന്ന് തന്നെ ഇനി ഒരാൾക്കൊരു ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന്. കാരണം അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ റോബി രാധാകൃഷ്ണനാണ് അതിന്റെ ഉള്ളിൽ അവരുടെ പുലിമടയിൽ നിന്ന് വെല്ലുവിളിച്ചത്. നിന്റെ ക്യാമറകളെ വരക്കെ ഞാൻ ഇടിച്ചു പൊട്ടിക്കൂടാ, തല്ലി പൊട്ടിക്കൂടാ എന്ന് പറഞ്ഞു. ഇനി നീയൊക്കെ നിന്റെ ഷോ ഞാൻ ഇവിടെ നടത്താൻ സമ്മതിക്കില്ല എന്ന് വെല്ലുവിളിച്ച്. ഇവരൊക്കെ ഇപ്പോ ഈ പുറത്തിറങ്ങി നിന്നിട്ടുള്ള ഇതല്ലേ ഉള്ളൂ. ഡോക്ടർ അങ്ങനെയല്ല. എന്നിട്ട് മറ്റേ കക്ഷി പറഞ്ഞ റൂമിന് എന്താ പറയുന്നത്, ഇങ്ങനെ മറ്റേ ഒരു വർത്താനം ഉണ്ടല്ലോ, അവൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഡോക്ടർ അങ്ങനെയല്ലടോ പറഞ്ഞത്, നീ കണ്ണുറന്ന് കാണും, നിന്റെ ക്യാമറ ഞാൻ തല്ലിപ്പിടിക്കും, നിന്നെ ഇവിടെ ഷോ നടത്താൻ സമ്മതിക്കില്ല എന്ന്. അതാണ് വെല്ലുവിളി. അവരുടെ പുലിമടയിൽ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ അന്ന് എല്ലാവരും കൂടി അദ്ദേഹത്തെ, ഒരുപാട് പേര് അദ്ദേഹം പറയുന്ന കേട്ടു, അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്യാനായിരുന്നു വിളിച്ചതെന്ന്. ഡീഗ്രേഡ് ചെയ്യാനാണ് വിളിച്ചിരുന്നതെന്ന് ആണോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്യാനാണ് അന്ന് രണ്ടാമത്തെ തവണ അവരെ ഗസ്റ്റായിട്ട് വിളിച്ചതും. അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നതും. അതിലൊരാൾ പറഞ്ഞെന്ന്, താങ്കളെ ഡീഗ്രേഡ് ചെയ്യാനാണ്. അന്ന് ഈ കയറാൻ നേരത്ത് ഡോക്ടറോട് പറഞ്ഞെന്ന്, അഖിൽമാരെ എങ്ങനെയെങ്കിലും അടിച്ച് പുറത്തു തള്ളണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പുറത്തു തള്ളണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് എന്തോ ഒരു ഇത് അപ്പോൾ കത്തി. കാരണം അദ്ദേഹത്തിന് പിന്നെ പറ്റൂല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ആവുകയാണ് ചെയ്തതെന്ന് ഡോക്ടർ പറയുന്നു. അപ്പൊ ഇതിന്റെ ഈ ഒരു ചെറിയ കാരണം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഇതേപോലെ ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ നടക്കുകയും ചെയ്തു. അന്ന് അത് തേഞ്ഞു മാച്ച് അതിനെതിരെ ഡോക്ടറെ ഒരു മോശക്കാരാണ്. കാരണം ഡോക്ടർ അങ്ങ് വളരെ കത്തിക്കയറി നിൽക്കുന്ന സമയമല്ലേ അവരുടെ. അതിൽ രണ്ടുമൂന്ന് ചെയ്ത വേല എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ട് അരിയണ്ണനുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ അരിയണ്ണൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരിയണ്ണന് കഴിഞ്ഞ സീസണില്, അതായത് 5ാം സീസണില് എന്റെ ഇത് ഓഡിഷൻ തുടങ്ങാറായപ്പോഴ്
ഡോക്ടർ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോയിരുന്നു എന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്ന വീഡിയോ എടുത്ത സമയത്താണെന്ന് തോന്നുന്നു. അപ്പൊ ഡോക്ടറാണ് എല്ലാം ഇത് അപേക്ഷിക്കാനുള്ള എല്ലാം വീഡിയോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതും അതിന്റെ ഇവിടെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തത് അരിയണ്ണന് നമ്മുടെ സായി കൃഷ്ണന് പറഞ്ഞു കൊടുത്തത് നമ്മുടെ ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ ആയിരുന്നു. അത് ഇന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അത് കൊടുത്തിട്ടാണ് അതെനിക്ക് ഓഡിഷനിൽ വരികയൊക്കെ ചെയ്തതും എനിക്കിന്ന് കിട്ടിയതെന്ന് അരിയണ്ണൻ സമ്മതിച്ചു, ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ. അപ്പൊ അതൊരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം ഡോക്ടർ അത്രയ്ക്ക് ഉപകാരം ചെയ്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാനും ഡോക്ടറെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, റോബിനെതിരെ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പിന്നെ ഇനി നമുക്കൊന്നും പറയാനൊക്കില്ല, കാരണം അവര് ഹാപ്പി ആയിട്ട് പോകുന്നു. ഇനി ഈ പറയണെന്ന് പറഞ്ഞ സായി ഇനിയും ഡോക്ടറെ പറയും. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ചാനലുണ്ട്, അദ്ദേഹത്തിന് ചാനൽ വളരാൻ വേണ്ടി എന്തെങ്കിലും വരുമ്പോൾ വീഡിയോകൾ ചെയ്യും, അവർ വീഡിയോ ചെയ്യും. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു ഇതൊന്നും പറയണ്ട, നമ്മളൊരാളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യന്, കാരണം ആരെയും മനസ്സിൽ വിരോധം വയ്ക്കാത്ത നടക്കുന്ന ഒരു മനുഷ്യൻ. കാരണം ആരെ കണ്ടിരുന്നില്ല, ഇപ്പൊ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചിരിച്ചു കളിച്ച്. എനിക്കിപ്പോ ഇതിൽ വീഡിയോ ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെറിയ ഫോട്ടോകളൊക്കെ ഇടാനേ പറ്റുള്ളൂ, അല്ലാതെ വീഡിയോ ഇടാൻ പറ്റില്ല. വീഡിയോ ഇട്ടാൽ നമുക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മള് ഇങ്ങനെ ഇരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഈ ഓരോരോ പ്രശ്നങ്ങൾ, ഇപ്പൊ ഈ ബിഗ് ബോസിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ. പിന്നെ ഡോക്ടർ പറയുന്നു അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഇതിലൊരുത്തൻ ഇതിനകത്തുണ്ട്. അദ്ദേഹം പേര് പറയുന്നില്ല കേട്ടോ, പേര് പറയാത്തിടത്തോളം കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തെ ഒന്ന് പേര് പറഞ്ഞൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ആ പേര് പറഞ്ഞൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയായിരുന്നു. ഇത് ഇവരാരും പേര് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം വലിയ ഒരു ആളായിരിക്കാനാണ് സാധ്യത. കാരണം പേര് പറഞ്ഞു എന്തെങ്കിലും പ്രോബ്ലം ആവുമോ എന്നുള്ള എല്ലാവർക്കും ഉണ്ടാവുമോ, അതുകൊണ്ടായിരിക്കും ആരും പറയാത്ത പേര്. അങ്ങനെ പുള്ളിക്കാരനെ ഇതേപോലെ നെഗറ്റീവ് ആക്കും. നിന്റെ കല്യാണം മുടങ്ങിയല്ലേടാ എന്നൊക്കെ ചോദിക്കുമെന്ന്. അതുപോലെ തന്നെ നിന്റെ സിനിമ പോയല്ലേടാ എന്ന് വിളിച്ച് ചോദിക്കുന്നു. പിന്നെ നിനക്ക് വക്കീൽ നോട്ടീസ് അയച്ചു തരും, നീ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നിങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. കാരണം അതുകൊണ്ട് അതൊന്നും എനിക്ക് ഇപ്പം മൊത്തത്തിൽ എനിക്ക് പുറത്ത് പറയാൻ, കാരണം എൻ്റെ അനുഭവമാണ്, എനിക്ക് അനുഭവപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഷോ ഈ അദ്ദേഹം പറയുന്ന പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നല്ല ഷോയാണ്, നല്ല എല്ലാ ലോകമെമ്പാടുമുള്ള ഷോയാണ്, അത് നമുക്കും അറിയാം. പക്ഷെ അതിന് ഈ മലയാളത്തിൽ എടുക്കുന്ന ആൾക്കാർ, ഇതിന്റെ സംവിധായകർ, ഇതിൽ പ്രവർത്തിക്കുന്ന 2-3 പേര് ചെയ്യുന്ന പ്രവൃത്തി അവരെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഷോ അടിപൊളിയാവുമെന്നാണ് പറയുന്നത്. ഇപ്പോ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇവര് ഒരാളിനെ വളർത്താനും തളർത്താനും ഇവർക്ക് പറ്റുമെന്നാണ് പറയുന്നത്, ഒരു വളർത്തിക്കൊണ്ട്. കാരണം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പൊ ജിൻഡയ്ക്ക് സ്പേസ് കൊടുക്കുന്നില്ല, അതേപോലെയാണ്. അപ്പൊ ഇതൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇപ്പോഴും അദ്ദേഹത്തെ ഇന്നിപ്പം ഒരുപാട് പേര് അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞെന്ന് ഞങ്ങൾ അന്ന് ചെയ്തത് സോറി പറയണം. അപ്പൊ ഡോക്ടർ പറഞ്ഞെന്ന് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നത്. കാരണം ഇനിയിപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മളോട് സോറി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഇതുണ്ടോ ഇല്ലയെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. കാരണം മറ്റവരിപ്പം പൊട്ടി തുറന്ന് അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെ അന്ന് ആരെങ്കിലും ഒരു 10 പേരുണ്ടായിരുന്നെങ്കിൽ, 10 ചാനല് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നെന്നാണ് ഡോക്ടർ പറയുന്നത്. കാരണം സിവിന് ഇന്ന് സംഭവിക്കില്ലായിരുന്നെന്ന്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ചെറിയ അനുഭവങ്ങളൊക്കെ പുറത്തിറങ്ങിയപ്പോഴും ഉണ്ടായിരുന്നതായിട്ട് അദ്ദേഹം പറയുന്നു. ഈ ഡിഗ്രേഡിന് കൂടുതലും ഇവരെ തന്നെ ഇട്ട് കൊടുത്തിരുന്നു. കാരണം ഒരു 25-100 ചാനൽ അവരെ കൈവശമുണ്ട്. അവര് തന്നെ ഡിഗ്രേഡ് ചെയ്യാൻ ആളിനെ എടുക്കുന്നതും അവര് തന്നെ ഒരാളിനെ നല്ലവനാക്കാനും ചീത്തയാക്കാനും കഴിയുമെന്നും പറയുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ
ഈ കല്യാണം ഡോക്ടറെ ആരതിയുടെ കല്യാണം സെപ്റ്റംബറിലേക്കാണ് മാറ്റിയിരിക്കുകയാണ്. സെപ്റ്റംബറിൽ കാണും, ഡേറ്റ് പറയാമെന്നാണ് പറയുന്നത്. കാരണം എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇപ്പൊ ഈ ജൂണിൽ നടത്താനല്ലേ ഇരുന്നത്, അപ്പോഴത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സെപ്റ്റംബറിലേക്കാണെന്ന് പറയുന്നത്. അപ്പോൾ ഓണത്തിന് മുമ്പാകാനാണ് സാധ്യത. കാരണം സെപ്റ്റംബറിലായി കഴിഞ്ഞാൽ പിന്നെ കന്നിയിൽ കല്യാണമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. കല്യാണം പിന്നെ ഇതിൽ ആയിപ്പോവെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്തായാലും സെപ്റ്റംബറിലാണെങ്കിൽ ഓണ സമയമാണ്. അപ്പം സെപ്റ്റംബർ ഓണ സമയമാണ്. കാരണം പിന്നെ കന്നിയാവുക. സെപ്റ്റംബർ 15 കല്യാണം നടക്കണം. അപ്പോൾ പിന്നെ ഇത് വ്യത്യാസം വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിച്ച് ഇവര് ഒരുപാട് കാരണം അദ്ദേഹത്തിന്റെ വേദന അദ്ദേഹം പറയുന്നുണ്ട്. സിനിമ ഇപ്പൊ എടുക്കണമെന്നുള്ള ഒരു ആരംഭമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ കല്യാണം, പിന്നെ അദ്ദേഹം കുറച്ചൊരു ബ്രേക്ക് എടുത്തൊക്കെ ഇങ്ങനെ തന്നെ അദ്ദേഹത്തിന്. കാരണം ശരിക്ക് അദ്ദേഹത്തിന് പ്രശ്നം, അദ്ദേഹത്തെ മാനസികമായി ഇവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാൻ പറ്റാത്ത ഒരു പീഡനം അദ്ദേഹം അനുഭവിക്കുന്നുണ്ടായിരുന്നു, പുറത്ത് പറയാൻ പറ്റാത്ത. കാരണം ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ ചിലപ്പോൾ ഡോക്ടറെ സംബന്ധിച്ച് ആരും പറയില്ല ഇങ്ങനെ. അപ്പൊ അതിൻ്റെതായ ഡീഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നതും പിന്നെ പുറത്ത് കിടന്ന് ഡീഗ്രേഡിങ്ങും ഒക്കെ കൂടെ അദ്ദേഹം നേരിടുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോവായിരുന്നു പാവം. ഇപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴും എനിക്കൊരു വിഷമം തോന്നി. എന്തിനു തന്നെ ആയിരുന്നാലും അദ്ദേഹത്തിന് ആരോടും ഒരു പരാതിയോ ഒരു പരിഭവമോ ഒരു പിണക്കമോ ഇല്ലാതായി ആണ്. മനസ്സിലൊക്കെ ഉണ്ടെങ്കിലും പുറത്തങ്ങനെ അദ്ദേഹം കാണിക്കുന്നില്ല എല്ലാവരുമായിട്ട്. ഇപ്പൊ അദ്ദേഹത്തെ ഇപ്പം മറ്റുള്ളവരൊക്കെ ഇപ്പം ചെന്ന് ഇതൊരു ഇന്റർവ്യൂവിന് വിളിച്ചാൽ പോലും നിന്നു കൊടുക്കത്തില്ല. പക്ഷെ ഇദ്ദേഹം അവിടെ നിന്ന് അവരോടെല്ലാം സംസാരിച്ചിട്ട് പോകുന്നത്. അതാണ് നമ്മുടെ ഡോക്ടർ റോബിന. അതാണ് മാന്യത. ഒരാള് ഇപ്പൊ എനിക്ക് സമയമില്ല, അവിടെ നിൽക്കും, ഒരു ഫോട്ടോ എടുക്കണേ വരും, ഫോട്ടോ എടുക്കാം എന്നുള്ള മനസ്സ്. അതൊക്കെയാണ് നമ്മൾ കണ്ടും കേട്ടും പഠിച്ചു അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. ഇപ്പൊ അവര് സിനിമ കാണാൻ വന്നതാണ് രണ്ടുപേരും കൂടെ. അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ഇനി ഒരു വീഡിയോയുമായി വരുന്നവരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ എന്റെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്യുക. സബ് ചെയ്തിട്ട് നമുക്ക് എൻ്റെ ബെൽബട്ടനും അമർത്തുക. എന്നാലേ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ലൈവുണ്ട്, എൻ്റെ ലൈവൊക്കെ ഉണ്ട്. ലൈവുകളിലൊക്കെ വരിക. നമുക്കവിടെ നിങ്ങൾക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചൊക്കെ നിങ്ങളുടെ ഇതൊക്കെ അങ്ങ് ഒരു രസമായിട്ടൊക്കെ പോവാം. അങ്ങനെ പറ്റുന്നുള്ളവരൊക്കെ എൻ്റെ ലൈവിലും വരാം. ലൈവ് എന്നും ഉച്ചയ്ക്ക് 3 മണിക്കായിരിക്കും എൻ്റെ ഈ ചാനൽ ലൈവ് ഉണ്ടാവും. വൈകുന്നേരം വേറെ ചാനലിലാണ് ലൈവ്. അപ്പോൾ നിങ്ങളൊക്കെ വരിക. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എന്തിനു തന്നെയായിരുന്നാൽ നമ്മൾ ഡോക്ടർ പുലിയാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അദ്ദേഹത്തിന്റെ സത്യം തെളിഞ്ഞു എന്ന് മൊത്തം മറ നീക്കി അദ്ദേഹത്തെ നമുക്ക് പൂർണ്ണമായി മറനീക്കി അദ്ദേഹത്തിന്റെ സത്യം തെളിഞ്ഞതായി നമുക്ക് കണക്കാക്കാം. കാരണം കഴിഞ്ഞ വർഷം അദ്ദേഹം ഈ സമയത്ത് അനുഭവിച്ചത് വളരെ ദുഃഖമായിരുന്നു. ഈ സമയത്ത് അദ്ദേഹം ഹാപ്പി ആയിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.